ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമാ ഇൻഡസ്ട്രി എല്ലാ ദിവസവും ഇപ്പോൾ വിവാദങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അതോടൊപ്പം തന്നെ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക്, രാജി, ഫിലിം അക്കാദമിയിൽ നിന്ന് രഞ്ജിത്തിന്റെ രാജി, അങ്ങനെ ഒട്ടനവധി സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉള്ള സംഭവവികാസങ്ങളാണ് ഇതൊക്കെ. ഇത് സംബന്ധമായിട്ട് വീഡിയോ ഇടുന്നില്ലേ എന്ന് എൻ്റെ പല സഹൃദയരും ഇതിനിടയിൽ കമന്റ് വഴി ചോദിച്ചിരുന്നു. നമുക്ക് ആലോചിക്കാം, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധമായി ഹേമ കമ്മിറ്റി ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഇവിടം വരെ പോകുന്നത് നോക്കട്ടെ. നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് കൺഷനിലേക്ക് പോകാം. ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ നുണക്കുഴി എന്ന സിനിമയിലേക്കാണ് ആദ്യം പോകുന്നത്. ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ 12 ദിവസമാണ് ഇന്നലെ തിങ്കളാഴ്ചയോടെ പിന്നിട്ടിരിക്കുന്നത്. ഇന്നലെ 12ാമത്തെ ദിവസമായ തിങ്കളാഴ്ച ഈ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 11,60 ലക്ഷം രൂപയിലാണ് എത്തി നൽകുന്നത്. 12 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 20 കോടിക്ക് മുകളിലാണ്. പ്രധാനമായും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന സിനിമയാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഒട്ടനവധി പുതുമുഖ താരനിരകൾ കൊണ്ട് സമ്പന്നമാണ്. ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 20 കോടിയാണ് നേടിയെടുത്തിരുന്നതെങ്കിൽ ഇന്നലെ 12ാം ദിവസമായ തിങ്കളാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1.5 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 21 കോടി 50 ലക്ഷത്തിന് മുകളിലാണ്. ആദ്യ 11 ദിവസം കൊണ്ട് തന്നെ 25 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരുന്ന ഈ സിനിമ 12ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലത്തെ കളക്ഷനിലൂടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 27-28 കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത്. അതേസമയം ഓഗസ്റ്റ് 23 വാഴൈ എന്ന പേരിൽ തമിഴ്നാട്ടിൽ ഒരു പടം റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കലൈയരശൻ, ദിവ്യ ദുരൈസ്വാമി, മലയാളി താരങ്ങളായ നിഖില വിമൽ, പ്രിയങ്ക നായർ എന്നിവരാണ് താരങ്ങൾ. ഈ ലോ ബഡ്ജറ്റ് പടം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മറ്റ് സിനിമകളെല്ലാം മറികടന്ന് ഇപ്പോൾ മുന്നേറ്റം തുടരുകയാണ്. തിയേറ്ററിലെത്തിയ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ നേടിയെടുത്തത് 1 കോടി 6 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ശനിയാഴ്ച 2 കോടി 18 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഞായറാഴ്ച 2 കോടി 96 ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി 3 ദിവസം കൊണ്ട് 6 കോടി 20 ലക്ഷം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വീണ്ടും റെക്കോർഡ് കളക്ഷനാണ് ഈ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ ചിത്രം നേടിയെടുത്തത് 2 കോടി 90 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 9 കോടി 10 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയായി മാറിയിരിക്കുകയാണ്. അതേസമയം PS വിനോദരാജ് സംവിധാനം ചെയ്ത് സൂര്യ നായകനായി ഓഗസ്റ്റ് 23 തിയേറ്ററിലെത്തിയ കോട്ടുകളി എന്ന സിനിമ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 2 കോടിക്ക് താഴെ കളക്ഷൻ മാത്രമാണ്. മികച്ച അഭിപ്രായം നേടിയെടുത്ത് വളരെയേറെ പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ തമിഴ്നാട്ടിൽ പ്രദർശനം തുടരുന്ന സിനിമകളിൽ ഏറ്റവും താഴെ തട്ടിലാണ്. വാഴൈ എന്ന സിനിമ കഴിഞ്ഞാൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ഡൊമോണ്ടെ കോളനി 2 തന്നെയാണ്. അരുൾനീതി നായകനായി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത ഈ ഹൊറർ ത്രില്ലർ സിനിമ 11 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 30 കോടി 10 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ചിത്രം ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 2 കോടി 40 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 2 കോടിയും നേടിയെടുത്തിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 6 കോടി 70 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 41 കോടി 80 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 12ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുത്തത് 2 കോടിക്ക് മുകളിലുമാണ്. ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 45 കോടിയോളം രൂപയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന 3ാമത്തെ സിനിമ തങ്കലാൻ ആണ്. ചിയാൻ വിക്രം നായകനായി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് 35 കോടി 65 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി മാത്രം നേടിയെടുത്തത്. ചിത്രം ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 11 ദിവസം കൊണ്ട് 10 കോടി രൂപ നേടിയെടുത്തപ്പോൾ കർണാടക കളക്ഷനായി 3 കോടി 60 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 11 ദിവസം കൊണ്ട് 2 കോടി 90 ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 16 കോടി 35 ലക്ഷം രൂപയായിരുന്നു. 11 ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 68 കോടി 50 ലക്ഷം രൂപയുമാണ്. 12ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയോടെ തങ്കലാൻ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 70 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻപൻ തരംഗമായി മുന്നേറുന്ന പ്രധാനപ്പെട്ട സിനിമ സ്ത്രീ 2 എന്ന ഹൊറർ ത്രില്ലർ സിനിമ തന്നെയാണ്. ശ്രദ്ധ കപൂർ നായികയായി അമർ കൗശിക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 560 കോടി രൂപയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഔദ്യോഗിക പോസ്റ്റർ പ്രകാരം ഈ സിനിമ ആദ്യ 11 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 402 കോടി രൂപയായിരുന്നു. ഞായറാഴ്ച മാത്രം ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 40 കോടി 70 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരുന്നത്. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 474 കോടി രൂപയും ചിത്രത്തിന്റെ GCC ഓവർസീസ് കളക്ഷൻ 85 കോടി 50 ലക്ഷം രൂപയുമായിരുന്നു. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 560 കോടി രൂപ സ്വന്തമാക്കിയ സിനിമ 12ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ നേടിയെടുത്തിരിക്കുന്നത് 600 കോടി രൂപയാണ്.
50-55 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ നിലവിൽ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 17 തിയേറ്ററിലെത്തിയ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ 4K റീമാസ്റ്റർ പതിപ്പായ മണിച്ചിത്രത്താഴിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം 9 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 2,60,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 40 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് 3 കോടി സ്വന്തമാക്കിയ ഈ സിനിമ 4 ദിവസത്തെ GCC കളക്ഷനായി നേടിയെടുത്തത് 58 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3,58 ലക്ഷം രൂപയാണ്. അപ്പോൾ സിനിമാ വിവാദങ്ങളെക്കുറിച്ചും തിയേറ്ററിൽ വിടുന്ന സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.